വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ശ്രുതി ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടീച്ചർ വളരെ വ്യത്യസ്തമായ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താന്നല്ലേ? പ്രസംഗം തയ്യാറാക്കാം. പ്രസംഗം വ്യത്യസ്ത അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവൂലേ എന്റെ മക്കളെ? പക്ഷേ മക്കളെ, ഓരോ പ്രസംഗം എഴുതുമ്പോഴും വിഷയം ഏതു ആയിക്കൊള്ളട്ടെ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഘടന നമ്മൾ പാലിക്കേണ്ടതുണ്ട് അല്ലേ? പ്രസംഗം എഴുതുക എന്നതിലപ്പുറം നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു പ്രസംഗം വായിക്കുന്ന സമയത്ത് അത് പറയുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടണം. അത്തരത്തിലുള്ള ഭാഷയും ഘടനയൊക്കെ ആയിരിക്കണം നമ്മൾ പ്രസംഗത്തിന് ഉപയോഗിക്കേണ്ടത്. തണ്ണീർമത്തൻ ദിനങ്ങൾ എല്ലാവരും കണ്ടിരുന്നല്ലോ അല്ലെ? അതിലെ ജെയ്സനോട്, ജെയ്സ ഈ വിഷയത്തിൽ ഒരു പ്രസംഗം പറഞ്ഞേ എന്ന് നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ആ ഒരു ക്യാരക്ടർ അധ്യാപക ടീച്ചർ ചോദിക്കുന്ന സമയത്ത് അവൻ എന്തായിരുന്നു പറഞ്ഞത്? മലയാളം ഒരു ഭാഷയാണ് അല്ലെ? അപ്പൊ കുട്ടികളെല്ലാം കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ നിങ്ങൾ എന്ത് പറഞ്ഞാലും കളിയാക്കി ചിരിക്കാനൊന്നും ക്ലാസ്സിൽ നിന്ന് ആരും വരുമൊന്നുമില്ല. ഇത് അതിലൊരു കോമഡി ആയിട്ട് ഉപയോഗിച്ചതാണ് അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു അത്. അപ്പോൾ ഇത് പ്രസംഗം എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ അത് യാദൃശികമായിട്ട് ഉൾപ്പെടുത്തിയതാണ്. അപ്പൊ ടീച്ചർ ഇന്ന് പറയുന്നത് വിഷയം ഏതു ആയിക്കോട്ടെ, പക്ഷെ ഇന്ന് ടീച്ചർ ഉദാഹരണമായിട്ടൊരു വിഷയം എടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിന്റെ കുറെ പ്രവർത്തനങ്ങൾ അല്ലേ? അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് ഒരു പ്രസംഗം എഴുതാൻ വന്നത്. ഒരു ഉദാഹരണം മാത്രം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രസംഗം എഴുതേണ്ടത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഒന്നുമില്ല, ഇത് നോക്കിയേ. ഏവർക്കും നമസ്കാരം. നമ്മൾ ആദ്യം എന്ത് പറയും? ആദ്യം നമസ്കാരം പറഞ്ഞിട്ടാണല്ലേ നമ്മൾ തുടങ്ങുള്ളൂ. ഏവർക്കും നമസ്കാരം എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? തുടങ്ങും. അതിനുശേഷം നല്ലൊരു തുടക്കം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഓഡിയൻസിലെ നമ്മളെ കേട്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെ നിന്നു പോകണം. കൊള്ളാലോ, നല്ല വാക്ചാതുര്യം അല്ലെ, അതിഗംഭീരമായ ഭാഷ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് എന്ന് അവർക്ക് തോന്നണം. അപ്പോ ഏവർക്കും നമസ്കാരം അങ്ങനെ പറഞ്ഞു തുടങ്ങാം. പിന്നെയോ, ജാതി കോമരങ്ങൾ കൊടികുത്തി വാണ കാലത്ത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്നുദ്ഘോഷിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിലേക്ക് മാറ്റത്തിന്റെ ശംഖുലി മുഴക്കിയ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി ചെമ്പഴത്തിയിൽ ജനിച്ച നാരായണൻ കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും സാമൂഹ്യ തിന്മകൾക്കുമെതിരെ പോരാടി സമൂഹത്തെയാകെ പുതിയ വെളിച്ചത്തിലേക്ക് നയിച്ചു. ജന്മം കൊണ്ട് ജാതി നിശ്ചയിക്കുന്ന രീതി അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ടത് അയാളുടെ ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഡോക്ടർ പൽപ്പുവിന്റെ സഹായവും അദ്ദേഹത്തിന് ലഭിച്ചു. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം ഇല്ലാതിരുന്ന കാലത്ത് അവർക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. സവർണ മേധാവിത്വത്തോടുള്ള ഒരു തുറന്ന വെല്ലുവിളിയായിരുന്നു ഇത്. ചരിത്രം പിന്നീട് ഇത് അടയാളപ്പെടുത്തുകയുണ്ടായി. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിനെ ജി ശങ്കരക്കുറുപ്പ് വിശേഷിപ്പിച്ചത് രണ്ടാം ബുദ്ധൻ എന്നാണ്. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട വ്യക്തിയും ശ്രീനാരായണ ഗുരുവാണ്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന ലഹരിക്കെതിരെ അന്നേ ഉയർന്ന ശബ്ദവും അദ്ദേഹത്തിൻ്റെത് തന്നെ. അവൻ സുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന നാരായണ ഗുരുവിന്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം എന്നും പറഞ്ഞ് നിങ്ങൾക്ക് പ്രസംഗം അവസാനിപ്പിക്കാം. ഒരു കോട്ട്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രസംഗത്തിൽ ഉൾപ്പെടുത്തണം. ഇതേതെങ്കിലും ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ തന്നെയാണ് ടീച്ചർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ പ്രകൃതിയെ കുറിച്ചൊക്കെയാണ്, പ്രകൃതിയുടെ ചൂഷണം അല്ലെങ്കിൽ പ്രകൃതിക്ക്, പരിസ്ഥിതിക്ക് ഉണ്ടാവുന്ന ആഘാതങ്ങൾ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾക്ക് പ്രസംഗം തയ്യാറാക്കാനുള്ളത് അല്ലെങ്കിൽ ഉപന്യാസം തയ്യാറാക്കാനുള്ളത്. ഏതെങ്കിലും 2 വരി കവിതയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ടീച്ചർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമായിരുന്നു, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ആ കവിതയുടെ 2 വരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ONV കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതത്തിലെ വരികളൊക്കെ അത്തരം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രകൃതി നാശം, ഭൂമി, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത്തരം കവിതകളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രസംഗം പറയാം.
അതിന് നല്ലൊരു അഭിസംബോധനയിൽ തുടങ്ങാം, നല്ലൊരു തുടക്കം, പിന്നെ കാര്യങ്ങൾ വൃത്തിയിൽ പറയാ, അവസാനം ഒരു ഉപസംഹാരം പോലെ ഒരു നിർത്തുന്നത്, നമ്മളില്ലേ എൻഡിങ് എന്ന് പറയില്ലേ, അപ്പോ ഈ ഒരു വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു, നന്ദി നമസ്കാരം എന്നാണല്ലോ പറഞ്ഞത്, അതുപോലെ. അപ്പൊ പ്രസംഗം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായല്ലോ. മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചറെ മറ്റൊരു ക്ലാസ്സിൽ വരാം. അപ്പോഴേക്കും ബൈ.